ഹായ് സൂപ്പർ സ്റ്റാർ വന്നു. ഹായ് ഹായ്. അപ്പം ഞങ്ങളിന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞങ്ങൾ പളനി വരെ പോവാ. രാത്രി 10:15 ഞങ്ങളുടെ ട്രെയിന്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. ഇത് ഞങ്ങളുടെ തുണി, ഞങ്ങളുടെ മൂന്ന് പേരുടെയും തുണി സാധനങ്ങളും. ഇതിനകത്ത് വെള്ളവും അതുപോലുള്ള മരുന്നും. അമ്പാടിക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ അമ്പാടിക്കുള്ള മരുന്നും പിന്നെ ഞങ്ങൾക്കുള്ള അത്യാവശ്യം മരുന്നുകളും ഒരുങ്ങേണ്ട സാധനങ്ങളും അങ്ങനെ വെള്ളവും അതൊക്കെ ഇതിനകത്തിൽ. വലുതായിട്ടൊന്നുമില്ല. ഒരു ദിവസത്തെ ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ അവിടെ എത്തും. തൊഴുതിട്ട് പിന്നെ നാളെ വൈകിട്ട് ഞങ്ങൾ തിരിച്ചു കയറും. അപ്പം ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് അരുണാണ് വരുന്നത്. അപ്പം അരുൺ വന്നിട്ടില്ല. വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. പൈസണ്ണപ്പം എല്ലാം അടച്ചോ എല്ലാം ഓഫാക്കിയോ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കയറുക. ചൂടുവെള്ളം വേണം. ഇഞ്ചി ഉണ്ട്. ഇഞ്ചി വെച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് കൊടുത്തതാ, ചുമയൊന്നും ഉണ്ടാവാതിരിക്കും. വെറും ചൂടല്ല, കട്ട ചൂടാ. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് അമ്മയും പപ്പയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കായംകുളത്തോട്ട് പോകും. പപ്പ ആ സമയത്ത് ഒരു ഓട്ടത്തിനായിട്ട് പോയേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തേക്ക് പപ്പ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് നേരെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഏകദേശം 9-9:30 ആയി. പിന്നെ അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ തിരിച്ചു പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൊയ്ക്കോളാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ ഞങ്ങൾ പറഞ്ഞു. 10:15 കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ ട്രെയിന്. ശരിക്കും പറഞ്ഞാൽ നല്ല പോസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ടൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ വ്ളോഗും ഒക്കെ എടുത്ത് അങ്ങനെ സമയം ഇങ്ങനെ മുന്നോട്ട് നീക്കി. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. അങ്ങനെ ഏകദേശം രാത്രി 10-10:30 ആയി. ഞങ്ങൾ കയറിയപ്പോഴേ കിടക്കാനായിട്ടുള്ളതൊക്കെ ഭാവിച്ച് ഞങ്ങൾ അങ്ങ് കിടന്ന്. ഞങ്ങൾ റിസർവ് ചെയ്താൽ പോയത്. അപ്പം 3 പേർക്ക് 3 ബർത്തായിരുന്നു. പിന്നെ അമ്പാടിക്ക് പിന്നെ ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം വെളിയിലോട്ട് വീഴുമോയെന്ന് പേടിച്ച് ഞാനും അമ്പാടിയും ഒരു ബർത്തിലാണ് കിടന്നത്. വൈശാട്ട മുകളിലത്തെ ബർത്തിലും. ഞാനും അമ്പാടിയും ഒരു ബെഡിലായതുകൊണ്ട് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു വെളുപ്പിന് 5-5:30 ആയിട്ടുണ്ട് നമ്മളൊക്കെ എഴുന്നേറ്റന്നേരം. അവിടെ ഒരു 6-6:30 ആയപ്പോഴേക്കും ചെറുതായിട്ട് വെയിലൊക്കെ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു 10 മണി 11 മണി ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ. ഇനി അങ്ങോട്ട് അടുപ്പിച്ച് ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട്. അപ്പോൾ ഈ കാറ്റാടി മരം എന്തിനാന്നൊക്കെ അമ്പാടി ചോദിച്ച് നമ്മൾ അതിൻ്റെ സംശയമൊക്കെ തീർത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനപ്പുറം വേറെ കുറേ സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച്, ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റുമോ, ഇതിനകത്ത് നിന്നാണോ ട്രെയിനിലോട്ട് കറണ്ട് വരുന്നത്, ഇതിൽ ഒരെണ്ണം നിന്ന് കഴിഞ്ഞാൽ കറണ്ട് പോവുമോ, ഇതെല്ലാം കൂടെ സ്പീഡിൽ ഒരുമിച്ച് കറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രകാശത്തിൽ ലൈറ്റ് കിട്ടുമോ, എന്തൊക്കെ സംശയമായിരുന്നെന്ന് അറിയാവോ. കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ മൊത്തം സംശയം തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. നമ്മുടെ കേരളത്തിൽ ഇത്രയും തെങ്ങുകളുണ്ടോ എന്ന് ഭയങ്കര സംശയമാണ്. ഒരുപാട് തെങ്ങുകളുണ്ടായിരുന്നു. നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് തെങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടേക്കുമായിരുന്നു. ആ സമയത്താണ് നല്ലൊരു വ്യൂ നമുക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ വീണ്ടും ട്രെയിൻ എടുത്തു. ഇതാ കണ്ടോ ആ മല, അതാണ് പളനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നമ്മൾ വെളിയിലോട്ട് വരുമ്പം ഒരുപാട് ഓട്ടോമാമന്മാരൊക്കെ ക്യാൻവാസ് ചെയ്യാൻ ഇങ്ങനെ നിപ്പുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെല്ലുന്നവരെല്ലാം അവരോരോ ഹോട്ടലിലോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും, താമസത്തിനായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ നിപ്പുണ്ടായിരുന്നു. ബസ്സിന് പോകാവുന്ന ദൂരേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു ഓട്ടോയിൽ കയറിയാൽ പോയത്. ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്കാണെങ്കിൽ ദേവസ്വത്തിൻ്റെ റൂമൊക്കെ ഉണ്ട്. 300 രൂപയൊക്കെയുള്ള റേറ്റ്. ആദ്യം ഞങ്ങളെ ഈ ഓട്ടോയിൽ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയായിരുന്നു. അവിടെ ഒരു റൂമിന് 800 രൂപയാണ് പറഞ്ഞത്. പക്ഷെ വലിയ വൃത്തിയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ അടുത്തോട്ട് നടന്ന്. പിന്നെ ഞങ്ങൾ എടുത്ത റൂമെന്ന് പറയുന്നത് വസായി കോട്ടേജ് എന്ന് പറഞ്ഞ ലോഡ്ജിലാണ്. ഇത് അമ്പലത്തിൻ്റെ 4ാമത്തെ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ്. ഇത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ വൈശാഖേട്ടൻ ഗോയിബിബോ എന്ന് പറയുന്ന ആപ്പ് വഴി ഈ വാസൈ കോട്ടേജ് എന്ന് പറയുന്ന ലോഡ്ജ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓട്ടോയിലൊക്കെ കയറുമ്പോൾ അവർക്ക് കണക്ഷനുള്ള ആ ഒരു ലോഡ്ജിലൊക്കെ അവർ കൊണ്ടുപോകത്തുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വേണം അവിടുന്ന് ഒഴിയാൻ. അങ്ങനെ ഞങ്ങൾ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമൊക്കെ ആയിരുന്നു. അപ്പം നമ്മളെപ്പോഴും വൃത്തിയാണല്ലോ നോക്കുന്നത്. 2ാമത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പോൾ റൂം കാണിച്ചു തരാനും തുറന്നു തരാനും ഒക്കെ ഒരു അപ്പൂപ്പന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ബെഡിനേക്കാളിലും കൂടുതൽ വൃത്തിയുണ്ടോ നോക്കുന്ന ബാത്റൂമിലാണ്. എനിക്ക് ബാത്റൂം വൃത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വൈശാഖൻ്റെ അടുത്ത് ആദ്യമേ അത് കണ്ടിട്ട് നിനക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ
സെറ്റായി. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായി അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി. അമ്പലത്തിൽ മൊബൈൽ അലൗഡ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ മൊബൈൽ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് ഇപ്പൊ തന്നെ ഏകദേശം ഒരു 9-9:30 രാവിലെ. അതുകൊണ്ട് കഴിച്ചിട്ട് മല കയറാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ക്ഷീണമാവും. മൊബൈൽ കയ്യിലില്ലാത്തതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ഫുഡായിരുന്നു. ഇത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള വീഡിയോയാ. അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ മുല്ലപ്പൂ വിൽക്കുന്നുണ്ടായിരുന്നു. 20 രൂപയ്ക്ക് നമുക്ക് കിട്ടി. അപ്പൊ അത് ഞങ്ങൾ വാങ്ങിച്ച് എന്റെ തലയിലൊക്കെ വെച്ചിട്ടാണ് പോയത്. അങ്ങോട്ട് ഞങ്ങൾ തൽക്കാലം എടുത്തിട്ടാണ് പോയത്. അപ്പൊ അത് കൺഫേം ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പോകുന്നതിന്റെ അന്നൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയത്. തിരിച്ചു വരാനായിട്ട് തൽക്കാലം എടുക്കേണ്ട ടൈം കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിപ്പോയി ഞങ്ങളുടെ യാത്രയിൽ. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് വൈശാഖേട്ടൻ കറണ്ട് ടിക്കറ്റിന്റെ അവൈലബിലിറ്റി വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. തിരിച്ചു വരാൻ പാലക്കാട്ട് വരെ ടിക്കറ്റ് കിട്ടി, കൺഫേം ആയി. പിന്നെ പാലക്കാട്ട് നിന്നും കായംകുളത്തോട്ട് ഒന്നെങ്കിൽ ലോക്കലി വരണം, അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് സ്ലീപ്പറി സീറ്റ് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും അതങ്ങ് ബുക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഉച്ചയായി. അപ്പൊ ഞങ്ങൾ നേരത്തെ മൊബൈൽ കൊണ്ടുപോകാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വീഡിയോ എടുത്ത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. അമ്പാടിക്ക് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഏരിയയിലൊന്നും അങ്ങനെ നോൺ വെജ് ഒന്നും കിട്ടത്തില്ല. അമ്പലത്തിൻ്റെ ഏരിയയിലുള്ള എല്ലാ ഹോട്ടലിലും വെജായിരുന്നു കിട്ടുന്നത്. ഈ മലയിലാണ് പളനി അമ്പലം ഉള്ളത്. ആ കാണുന്നതാണ് ഗേറ്റ് 4. ഇത് അമ്പലത്തിലോട്ട് കടക്കുന്ന ഗേറ്റ് ആണ്. ഗേറ്റ് കടന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പം അമ്പലത്തിന്റെ കവാടം എത്തും. ഇതുവഴി ആ റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ഒരു കവാടം ഉണ്ടല്ലോ, അതുവഴി മുകളിലോട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്, അതായത് മല കയറുന്നത്. മല കയറാൻ 2 രീതിയിലുണ്ട്. ഒന്ന് കുത്തനെയുള്ള സ്റ്റെപ്പാണ്, മറ്റൊന്നെന്ന് പറയുന്നത് കുറച്ച് സ്റ്റെപ്പ്, പിന്നെ കുറച്ച് നിരപ്പായിട്ടുള്ള പ്രദേശം, പിന്നെയും സ്റ്റെപ്പ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷീണം അറിയത്തില്ല. പിന്നെ കാല് വയ്യാത്തവർക്ക് പോകാനായിട്ട് വണ്ടിയുണ്ട്, ട്രെയിൻ പോലത്തെ വണ്ടിയുണ്ടല്ലോ, അതുകൊണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിനകത്ത് കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. 10 രൂപ ടിക്കറ്റും 100 രൂപ ടിക്കറ്റും. 10 രൂപ ടിക്കറ്റ് ആകുമ്പോൾ നമുക്ക് കുറേ സമയം ക്യൂ നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ മുരുകസ്വാമിയുടെ തൊട്ട് മുന്നിൽ നമുക്ക് നിന്ന് തൊഴാനും പറ്റത്തില്ല. 100 രൂപ ടിക്കറ്റ് ആണെങ്കിൽ ക്യൂ വലുതായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് മുരുകസ്വാമിയുടെ തൊട്ട് മുന്നിൽ നിന്ന് തൊഴുകയും ചെയ്യാം. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ്. കുറച്ച് സമയമൊക്കെ നിന്ന് തൊഴുത് പെതുക്കെ പോയാൽ മതി എന്നുള്ളവർക്ക് 10 രൂപ ടിക്കറ്റ് എടുത്താലും മതിയാകും. പിന്നെ അടുത്ത ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പളനി പോകുമ്പോൾ പഞ്ചാമൃതം ഒക്കെ വാങ്ങിക്കുമല്ലോ, ഇത് നമുക്ക് അമ്പലത്തിനടുത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് പോലെ തന്നെ മലയുടെ താഴെയും കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ താഴെ വന്നിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടുന്ന് വെയിറ്റ് എല്ലാം കൂടെ എടുത്ത് വേണം താഴെ വരെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തത്. ഇനി ഇതിലപ്പുറം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ കമന്റ് ചെയ്യണം. ഞങ്ങൾ ഈ നടക്കുന്ന സമയം ഉച്ചയാണ്, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചാ പോകും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെയാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ. 2-3 കടയിൽ ഞങ്ങളൊന്ന് കയറിയപ്പം നല്ല റേറ്റ് ആയിരുന്നു. എല്ലാ കടകളിലൊന്നും കയറിയില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. നല്ല ചൂടായതുകൊണ്ട് തണുത്തത് കഴിക്കാനാണ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പിന്നെ അമ്പാടിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ തണുത്തതൊന്നും അധികം വാങ്ങിക്കാനും നോക്കിയില്ല. പോകുന്നതിന്റെ അന്നും തലേന്നും ഒക്കെ നല്ല പനിയായിരുന്നു അമ്പാടിക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുകയും ഇഞ്ചി ഇട്ട് തിളപ്പിച്ച ചെറു ചൂടുവെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അമ്പലത്തിൽ ചെന്ന് അങ്ങനെ പനിയുടെ ലക്ഷണങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും കാണിക്കുകയൊന്നും ചെയ്തില്ല. നല്ല ആക്റ്റീവായിരുന്നു. നല്ല കാട്ട വെയിലത്തല്ലായിരുന്നു നടന്നത്. അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ സൈക്കിള്, സ്കൂട്ടർ, ഓട്ടോ, കാറ്, ബസ് എന്ന പോലെ തന്നെ കുതിര സവാരി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു അന്തവും കുന്തവും ഒന്നും ഇല്ലാതെ മുന്നോട്ട് നടക്കുക. ഈ കാണുന്നത് പക്ഷിശാസ്ത്രം ഉണ്ടല്ലോ, തത്തമ്മ കാടൊക്കെ എടുക്കുന്നേ, അതുപോലുള്ളൊരു സംഭവമാണ് ഇവിടെ. പക്ഷേ തത്തമ്മയ്ക്ക് പകരം വെള്ള എലി ഉണ്ടല്ലോ, ആ എലിയാണ് കാടെടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്ത് സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് പാസ് ചെയ്തങ്ങ് പോയത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞു. പിന്നെ നടന്ന് ഞങ്ങളൊരു ഹോട്ടലിലെത്തി. അവിടെ നോൺ വെജ് കിട്ടുമായിരുന്നു. അമ്പാടിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും നടന്നത്. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഏരിയയിലൊക്കെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ടായിരുന്നു, അവിടെ എല്ലാം വെജാണ്. ഞങ്ങൾക്ക് 2 പേർക്കും വെജ് കഴിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ അവന് നോൺ വെജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളും അങ്ങ് പോയി കഴിക്കാനായിട്ട്. അവർ 2 പേരും ബിരിയാണിയും ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. ഞങ്ങൾക്ക് 3 പേർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ നോൺ വെജ് ഫുഡ് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഇതിലും നല്ല ഫുഡൊക്കെ വേറെ ഹോട്ടലിലൊക്കെ കിട്ടുമായിരിക്കും. നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം കണ്ട ഹോട്ടലിൽ അങ്ങ് കയറി. രാവിലെ ഞാൻ നെയ്റോസ്റ്റ്, വൈശാഖേട്ടൻ പൂരി, അമ്പാടി മസാല ദോശ എങ്ങനെയായിരുന്നു കഴിച്ചത്. പിന്നെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അടിപൊളി ഫുഡായിരുന്നു. മാക്സിമം നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പം വെജ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് അതുപോലെ നല്ല പരിചയമുള്ള ഹോട്ടൽസൊക്കെ ഉണ്ടെങ്കിൽ നോൺ വെജ് ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് 5 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങണം. അതിനുശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. റൂമിന്റെ റേറ്റ് പറഞ്ഞില്ലായിരുന്നല്ലേ, 850 രൂപയായിരുന്നു.
അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റൂം തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ 150 രൂപയാണ് അവർ വാങ്ങിച്ചത്. നമുക്ക് കയറാനുള്ള കോച്ച് ഏത് ഭാഗത്താണ് വരുന്നതെന്നൊക്കെ നോക്കുക വൈശേട്ടൻ. അതുപോലെ തന്നെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1 എന്നാണ് കിടന്നത്. അപ്പൊ നമ്മൾ 1ലോട്ടാണ് പോകുന്നത്. 6:05 ഞങ്ങൾക്ക് കയറിന്റെ ട്രെയിന്. അപ്പൊ ഏകദേശം ഒരു 5:15 ആയപ്പോഴത്തേക്ക് ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പളനിയിലേക്ക് പോയതും തിരിച്ചു വന്നതുമായിട്ടുള്ള ട്രെയിനിന്റെ പേര് അമൃത എക്സ്പ്രസ് എന്നായിരുന്നു. അപ്പൊ ആവശ്യം പോലെ ടൈമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അമ്പാടിക്ക് ലേസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലേസ് വാങ്ങിച്ചു കൊടുക്കാറേ ഇല്ല. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ അവൻ പറയാറുള്ളൂ, ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. ചായക്ക് നല്ല മധുരമായിരുന്നു. അതാ എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നത്. ഞങ്ങൾ സാധാരണ വീട്ടിൽ ചായക്ക് മധുരമൊന്നും ഇടാറില്ല. ഷുഗറൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ ഒരു ശീലം. ശരിക്കും ചായ കുടിച്ചത് വെറുതെ ആയി എന്നൊരു തോന്നല്. ലൈറ്റ് മധുരമാണെങ്കിലും നമുക്ക് സഹിക്കായിരുന്നു. ഇത് ഭയങ്കര മധുരമായിപ്പോയി. ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്നല്ലേ? ചായ കുടിച്ചോണ്ട് നിന്നപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വന്നത്. ഞങ്ങൾക്ക് വരാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത്. ഇപ്പൊ ഞങ്ങൾ 3ലോട്ടാണ് കയറുന്നത്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ ആയതുകൊണ്ട് ഇതിലേക്കൂടെ കയറിയാലും 2 നമുക്ക് ചെല്ലാൻ പറ്റും. അതുപോലെ തന്നെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും പളനിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മളെ അറിയാവുന്ന കുറേ പേരെ നമ്മൾ കണ്ടു. കുറേ പേര് നമ്മളോട് വന്ന് സംസാരിക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരു കാര്യം ഒഴിച്ചാൽ എല്ലാം കൊണ്ടും നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു യാത്ര. ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ടിക്കറ്റിന്റെ കാര്യമായിരുന്നു. 6:05 എന്ന് പറഞ്ഞാൽ ഒരു 6:30 6:45 ആയപ്പോഴാണ് ട്രെയിൻ വന്നത്. അങ്ങനെ പാലക്കാട്ട് വരെ നമ്മൾ റിസർവ് ചെയ്തതുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇരിക്കാനൊക്കെ നല്ല സുഖമായിട്ട് പറ്റി. അമ്പാടി മുകളിലത്തെ ബർത്തിലും താഴെയായിട്ടൊക്കെ കയറി ഇറങ്ങി പാലക്കാട് വരെ അങ്ങനെയായിരുന്നു യാത്ര. ശരിക്കും ഞങ്ങൾക്ക് രണ്ടും നല്ല ടെൻഷനായിരുന്നു. പാലക്കാട് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാ പോകുന്നതെന്നുള്ളൊരു ടെൻഷൻ. ലോക്കലി കയറുന്നതിന്റെ ബുദ്ധിമുട്ടല്ല, ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടല്ലേ കയറുന്നത്. അതും പാലക്കാട് 8:15 ആവുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ കായംകുളത്ത് വെളുപ്പിന് 2:30 ആവുമ്പോഴാണ് എത്തുന്നത്. ഏകദേശം ഒരു 6-6.25 മണിക്കൂർ എങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ലോക്കലി നിൽക്കും എന്നുള്ളൊരു പേടിയായിരുന്നു. എന്തായാലും പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾക്ക് ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞപ്പോഴാണ് ശക്കലം സീറ്റ് കിട്ടിയത്. അതിനകത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നത്. പാലക്കാട് ഇറങ്ങി വൈശാട്ടൻ TTRനെയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഈ പൂജവെപ്പിന്റെ അവധി ആയതുകൊണ്ട് ഒട്ടും സ്ഥലമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ റിട്ടേൺ ടിക്കറ്റൂടെ കൺഫേം ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങാവൂ, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ പെട്ടുപോകും. അങ്ങനെ 2:36 ആയപ്പം കായംകുളത്ത് ഇറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഉറക്കവും ദേഹം വേദനയും എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അമ്പാടി ഉറക്കത്തിന്റെ മൂഡിൽ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. തിരക്കായതുകൊണ്ട് ലോക്കലിരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഞങ്ങളെ വിളിക്കാനായിട്ട് പപ്പ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 3:30 ആയി. പിന്നെ ഫ്രഷായി ഞങ്ങളങ്ങ് കിടന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നൈറ്റിൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു. ടിക്കറ്റിന്റെ ടെൻഷനിലായതുകൊണ്ട് വിശപ്പൊന്നും തോന്നിയില്ല. അമ്പാടിക്കും വിശപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ്. ബായ്.